ഞാൻ സ്വാതി. ഈ വർഷത്തെ UPSC സിവിൽ സർവീസ് എക്സാമിനേഷനിൽ 377ാമത്തെ റാങ്ക് ഹോൾഡർ ആണ് ഞാൻ. എന്നോടൊപ്പം ഇന്നുള്ളത് എന്റെ ഫ്രണ്ട് സൗമ്യ കൃഷ്ണ. അദ്ദേഹത്തിന് ഈ വർഷത്തെ 196ാമത്തെ റാങ്ക് ആണ്. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം മലയാളം ഓപ്ഷണലിന് ഞങ്ങളെ സഹായിച്ച ഫോർച്യൂണിലെ മിനിമിസ് ആണ്. അപ്പോ ഞങ്ങളുടെ ഒരു യാത്രയെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പറയുക. എങ്ങനെയാണ് താൻ മിനിമിസ് എന്ന വ്യക്തിയിലേക്ക് എത്തിച്ചേരുന്നത്? എൻ്റെ 3 അറ്റംപ്റ്റിന് ശേഷം എൻ്റെ 4ാമത്തെ അറ്റംപ്റ്റിൽ ആദ്യമായിട്ട് ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്ത് മെയിൻസിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുവരെ ഞാൻ മിനി ടീച്ചർ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എങ്ങനെയാ ടീച്ചറിലേക്ക് എത്തുക എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ധൈര്യം സംഭരിച്ച് ടീച്ചറിനെ വിളിച്ചു. ടീച്ചർ ഞാൻ വന്നോട്ടെ എന്ന് വിളിച്ചു. അങ്ങനെ അന്ന് ഞാൻ പേടിച്ച ടീച്ചറടുത്ത് തന്നെ. പിന്നെ ടീച്ചറടുത്ത് ചെന്നപ്പോൾ എത്ര കൂളായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞാൻ ടീച്ചറെ അടുത്ത് ചെല്ലുന്നു, പേപ്പർ കറക്റ്റ് ചെയ്യുന്നു. പിന്നെ ഞാൻ ടീച്ചറിന്റെ അങ്ങ് സ്റ്റുഡൻ്റായി മാറി. ആ ഒരു രീതിക്കാണ് ഞാൻ ടീച്ചറെ അടുത്ത് എത്തിയത്. പിന്നെ 4th അറ്റംപ്റ്റിലും അതുപോലെ ആയിരുന്നു, ടീച്ചറോട് തന്നെ നിൽക്കുമായിരുന്നു. സോ അതെങ്ങനെയാ ടീച്ചറെ അടുത്ത് എത്തിയത്? എടാ, ഞാൻ UPSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർച്യൂണുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ്. അപ്പോൾ ഞാൻ വന്ന സമയത്തെ ഫോർച്യൂണിലെ ഫാക്കൽറ്റി മിനിമസ് ആയിരുന്നു, മലയാളം ഫാക്കൽറ്റി. അപ്പോൾ ഞാനൊരു തീരുമാനത്തിൽ എത്തിയിട്ടാണ് വന്നത്. അതായത് മലയാളം തന്നെ ആയിരിക്കണം എൻ്റെ ഓപ്ഷണൽ എന്നൊരു തീരുമാനം. അതേപോലെ തന്നെ മിനിമിസ് തന്നെ ആയിരിക്കണം എൻ്റെ ഓപ്ഷണൽ പഠിപ്പിക്കുന്ന മിസ് എന്നൊരു തീരുമാനം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഫോർച്യൂണിൽ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ മിസ്സിനെ ഒരിക്കൽ വിളിച്ചിരുന്നു. ടീച്ചറെ, എനിക്ക് മലയാളം പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം മുൻപരിചയമില്ലാത്ത ഒരു കുട്ടി വിളിക്കുമ്പോൾ എങ്ങനെയാ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലല്ല മിസ് സംസാരിച്ചത്. അതായത് വളരെ നേരത്തെ അറിയാവുന്ന ഒരാളോട് സംസാരിക്കുന്ന പോലെ, ആ സ്വാതി വരൂ എന്ന് പറഞ്ഞാണ്. അപ്പോൾ ആ അപ്രോച്ച് തന്നെയായിരുന്നു ഞാൻ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് വളരെ കംഫർട്ടിങ് ആയി തോന്നിയത്. അപ്പൊ ഞാൻ ഫോർച്യൂണിൽ വന്നപ്പോൾ മിനിമിസ് ആണ്. അപ്പോൾ അങ്ങനെ ഫോർച്യൂണിൽ വെച്ചിട്ടാണ് കൂടുതൽ ഞാൻ മിനിമിസിനെ അറിയുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഇവിടെ ഉണ്ട്. ടീച്ചർ എന്തായാലും നമ്മളുടെ കഥ കേട്ടു. ടീച്ചർ എങ്ങനെയാണ് ഈ ഒരു മലയാളം ഓപ്ഷണൽ എന്നൊരു സംഭവത്തിലേക്ക് വരുന്നത്? ആ കഥ പറഞ്ഞാലുണ്ടല്ലോ, അതൊരു വലിയ ചരിത്രം പറയാനുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം ഒരു 20 വർഷം മുമ്പ് ആണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ഇവിടെ ഒന്നാമത്തെ കാര്യം, ഇവിടെ UPSC എന്ന് പറയുന്നത് ഇവിടെ ആർക്കും അറിയാൻ വയ്യാത്തൊരു കാലമായിരുന്നു അത്. അപ്പൊ ഞാനിത് പഠിപ്പിക്കുമെന്നൊന്നും എനിക്കറിയില്ല. മലയാളം എടുത്തത് കൊണ്ട് ഒരുപാട് അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം എന്താന്ന് വെച്ചാല്, എൻ്റെ ഒരു കസിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി മലയാളമാണ് എടുത്തതെന്ന് പറയരുത്, മാത്സ് എടുത്തെന്ന് പറയണം. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയാൻ നാണക്കേടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഓരോരോ ജോലികൾ ചെയ്തു വന്ന കൂട്ടത്തില് ഗോപകുമാർ സാർ എന്ന് പറഞ്ഞു, സിവിൽ സർവീസിന്റെ ഫീൽഡിൽ നിന്ന് ഗോപകുമാർ സാർ എന്ന് പറഞ്ഞൊരു സാറിനെ പരിചയപ്പെട്ടു. സാറ് മരിച്ചുപോയി, എന്നാലും നമ്മൾ നന്ദിയോടെ സ്മരിക്കണമല്ലോ. അപ്പൊ സാറാണ് സിവിൽ സർവീസ് അക്കാഡമി തുടങ്ങിയപ്പോൾ, അതായത് മോഹൻ എബ്രഹാം സാറാണ് അന്ന് ഡയറക്ടർ സിവിൽ സർവീസ് അക്കാഡമിയുടെ, കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമി, തമ്പാനൂരാണ്. അപ്പൊ അത് തുടങ്ങിയപ്പോൾ എന്നെ മലയാളം ഓപ്ഷൻ പഠിപ്പിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്നത്. അപ്പൊ അന്ന് എന്റെ മലയാളം എടുക്കാൻ ആരും ധൈര്യപ്പെടുന്നില്ല, മലയാളത്തിന് മാർക്ക് കിട്ടോ ഇല്ല എന്നൊന്നും അറിയാൻ വയ്യാത്ത. അപ്പൊ എന്റെ ആദ്യത്തെ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് സുമയ്യയാണ്. സുമയ്യ നിർഭാഗ്യവശാൽ പരീക്ഷ പാസ്സായിട്ടില്ല. പക്ഷെ സുമയ്യ ഒരു പോരാളിയായിരുന്നു. അവസാന സമയം വരെയും പോരാടി, പക്ഷെ കയറിയില്ല. ഇന്റർവ്യൂ വരെ പോയി, കയറാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിന്റെ തുടർന്ന് ഇങ്ങനെ സ്വന്തമായിട്ട് കുറെ ക്ലാസ്സുകൾ എടുക്കുന്നു. പിന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവരുടെ ഫാക്കൽറ്റിയെ വെക്കുന്നു. അപ്പൊ ഒരു 4 വർഷമായിട്ട് ഞാൻ ഫോർച്യൂണിന്റെ ഫാക്കൽറ്റി ആയിട്ട് അങ്ങ് കയറി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നിങ്ങളെയൊക്കെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഒരു നീണ്ട യാത്രയാണ്, ഒരു 20 വർഷത്തെ യാത്രയുണ്ട്, ഒരു 20 വർഷത്തെ എക്സ്പീരിയൻസ്. അതിൽ ഏറ്റവും രസകരമായ കാര്യം, ഇതുവരെ സിലബസ് മാറിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഒരേ സാധനം തന്നെ ആവർത്തിച്ച് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. മിസ് ഇപ്പൊ പറഞ്ഞല്ലോ, സുമയ്യയുടെ കാര്യം പറഞ്ഞല്ലോ, മിസ്സിന്റെ ആദ്യത്തെ സ്റ്റുഡന്റ്. ഇപ്പോ മിസ്സിന്റെ ലേറ്റസ്റ്റ് സ്റ്റുഡൻസിൽ സർവീസിൽ കയറിയത് ഞാനുണ്ട്, സൗമ്യയുണ്ട്. മിസ്സിന്റെ ആദ്യത്തെ സ്റ്റുഡന്റ് ആരായിരുന്നു? സർവീസിൽ കയറിയ മിസ്സിന്റെ ആദ്യത്തെ സ്റ്റുഡന്റ്? സർവീസിൽ കയറിയ എന്റെ ആദ്യത്തെ സ്റ്റുഡൻസ് ഇവിടെ ഇപ്പൊ ഞാനിപ്പോ പറയുമ്പോൾ പലരും നമ്മുടെ പുതിയ കുട്ടികളൊന്നും കേട്ടിട്ട് പോലും ഇല്ല. ഹരികിഷോർ IAS ആണ്. ഹരികിഷോർ IAS എനിക്ക് തോന്നുന്നു 2007 ഹരികിഷോർ IAS സർവീസിൽ കയറുന്നത്. 14ാമത്തെ റാങ്ക്. ഹരിയുടെ അവസാനത്തെ അറ്റംപ്റ്റ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മുതൽ ഇങ്ങോട്ട് ഒരുപാട് പേര്, ജീവൻ ബാബു, അങ്ങനെ ഓർമ്മയിന്ന് ശ്രീവിദ്യ. ഓർമ്മയെന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം 70ഓളം സ്റ്റുഡൻസ് പല പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പലരുടെയും മുഖം ഞാൻ മറന്നുപോയി, അതാണ് വാസ്തവം. കുറച്ചു പേരെ മാത്രമാണ് എനിക്ക് ഓർമ്മ. ആ ഓർമ്മയിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 70ഓളം പേര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. കയറിപ്പോയവരുണ്ട്. അതിൽ സന്തോഷമല്ലേ? അതെ.
ടീച്ചർ പറഞ്ഞു ഒരു നീണ്ട യാത്രയായിരുന്നു, സിലബസിന് വലിയ മാറ്റമില്ല, അത് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും അത് ബോറടിക്കില്ലേ ടീച്ചർ ഇങ്ങനെ? ശരിക്കും ബോർ അടിക്കേണ്ടെന്നാണ്. പക്ഷെ ഞാൻ അടിസ്ഥാനപരമായ ഒരു സാഹിത്യപ്രേമി ആയതുകൊണ്ടും പിന്നെ നമ്മൾ ഒരാളിനെ തന്നെ ആവർത്തിച്ച് കാണുമ്പോൾ നമ്മൾക്ക് അവർ തരുന്ന പുതിയ പാഠങ്ങളാണ്. ഓരോ പുസ്തകവും ഒരു മനുഷ്യനാണ് എന്നാണല്ലോ. അപ്പോൾ ഒരു പുസ്തകത്തിനെ തന്നെ ഒരു തവണ ഞാൻ സ്വാതിയെ കാണുന്നത് പോലെയോ ഒരു തവണ സൗമ്യയെ കാണുന്നത് പോലെയോ അല്ല അടുത്ത തവണ കാണുന്നത്. നിങ്ങളിൽ നിന്ന് പുതിയത് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളോട് കൂടുതൽ ഇടപെടും തോറും നിങ്ങളെ ഞാൻ അറിയുക. അതുപോലെ തന്നെയാണ് പുസ്തകവും. ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ ഹിഗ്ഗിറ്റ എന്ന് പറയുന്ന NS മാധവന്റെ കഥ 20 വർഷം കൊണ്ട് ആവർത്തിച്ച് ഒരു വർഷം എനിക്ക് തോന്നുന്നു ഒരു 4 തവണയോ 5 തവണയോ നമ്മൾ പഠിപ്പിക്കുകയാണ്. പക്ഷേ ഹിഗ്ഗിറ്റ ഇപ്പോൾ അടുത്ത ഇടയ്ക്ക് വായിച്ചപ്പോൾ എനിക്കിങ്ങനെ ഞെട്ടൽ വന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ NS മാധവൻ എത്ര ഭംഗിയായിട്ടാണ് അതിൽ സ്ത്രീപക്ഷം അഡ്രസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു സാധനമാണ്. അപ്പൊ നമ്മൾ UPSC ഫോക്കസ് ചെയ്യാണല്ലോ. ഇതുവരെ NS മാധവന്റെ സ്ത്രീപക്ഷം എന്നൊരു ചോദ്യം വന്നിട്ടില്ലാത്തത് കൊണ്ട് അപ്പൊ അങ്ങനെ ഫോക്കസ് ചെയ്ത് നമ്മൾ നോക്കുന്നില്ല. പക്ഷെ എനിക്ക് NS മാധവൻ വീണ്ടും വായിക്കണം എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തില് ഞാൻ മനസ്സിലാക്കാണ് ഒരു പുതിയ സാധനം അതിനകത്ത് കിടക്കുന്നു. അപ്പോൾ ഈ പുതിയ സാധനങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം. അപ്പൊ ഇത് നമ്മളെ ഇങ്ങനെ നവോന്മേഷം ഉണ്ടാക്കുന്നവരാക്കുന്നു. ഇപ്പൊ പുതിയ പ്രജ്ഞ ഉണ്ടാക്കുന്നു, നമുക്ക് പുതിയ ബോധം ഉണ്ടാക്കുന്നു. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു മലയാള പഠനം? സ്വാതിക്ക് എങ്ങനെയായിരുന്നു മലയാള പഠനം? എളുപ്പമായിട്ടാണോ തോന്നിയത് അതോ പ്രയാസമായിട്ടാണോ? അപ്പൊ സാധാരണ ഇതൊരു നീണ്ട യാത്രയാണല്ലോ. നീണ്ട യാത്രക്കിടയ്ക്ക് നിങ്ങളുടെ പല ഫേസുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. കരഞ്ഞും ചിരിച്ചും ടെൻഷൻ അടിച്ചും ഒക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു മലയാള പഠനം നിങ്ങളെ ഈ പഠനത്തിന്റെ ഇടയിൽ സഹായിച്ചിട്ടുള്ളത്? ഒരു ഓപ്ഷണൽ എടുക്കുമ്പോൾ അതായത് UPSCക്ക് ഏത് ഓപ്ഷനിലാണേലും അതിനൊരു BA ഓണേഴ്സ് ലെവലിലുള്ള ഒരു പഠനം ആവശ്യമാണ്. അത് എല്ലാ ഓപ്ഷണലുകളിലും അതിൻ്റെതായ പഠിക്കേണ്ട കുറേ ഭാഗങ്ങളുണ്ട്. കുറച്ച് പാടാണ്, അത്ര എളുപ്പമല്ല. പക്ഷെ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മലയാളം വളരെ ആസ്വാദ്യകരമായി നമുക്ക് പഠിക്കാം. കാരണം കുറേ കവിതകളും തനിക്കറിയാമായിരിക്കുമല്ലോ, നമ്മൾ പഠിച്ച കവിതകളും പഠിച്ച നോവലുകളും ഒക്കെ നമ്മൾ സെക്കൻഡ് പേപ്പർ പഠിക്കുമ്പോഴും നമുക്ക് ഓരോ സാധനവും നമ്മളൊരു കഥ വായിക്കുന്ന ലാഘവത്തോടെ അല്ലെങ്കിൽ ഒരു കവിത വായിക്കുന്ന ലാഘവത്തോടെ ആസ്വദിച്ച് പഠിക്കാം. ആ ആസ്വാദനമായിരുന്നു മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സഹായിച്ചത്. ആസ്വദിച്ച് പഠിക്കാനുള്ളത് മാത്രമല്ല, കാര്യമായിട്ട് പഠിക്കാനുള്ളതും ഉണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യവും പഠിക്കുമ്പോഴും എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അത് ചെയ്യാൻ നോക്കണം. പിന്നെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമ്മളും വായിക്കുമ്പോൾ ആദ്യം കാണുന്ന പോലെ പല പല കാര്യങ്ങൾ കാണും. ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ അകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ, ബിംബങ്ങൾ, പല രീതിയിലുള്ള ബിംബങ്ങൾ, അങ്ങനെ ഓരോന്നും നമ്മൾ പഠിക്കണം. കുറച്ച് അതിൽ പഠിച്ചും അതിന് സമയവും ചെലവഴിക്കാൻ പഠിക്കണം. ഇപ്പം ആൻസർ റൈറ്റിംഗ് ആണെങ്കിലും തന്നെ ചെയ്യണം. താൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഇന്റർപ്രിട്ടേഷനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യം എൻ്റെ മകൾ ഒരു സ്ത്രീ എന്ന് പറയുന്ന ചെറുകഥ വായിച്ചപ്പോൾ ഞാനിങ്ങനെ വളരെ രോഷാകുലയായി. എന്താ ഈ അച്ഛൻ ഒരു മകളോടുള്ള വികാരമാണോ ഇത്? അതായത് നമ്മളെ വളരെയധികം ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു വായനയായിരുന്നു അത്. ആ വായനയ്ക്ക് ശേഷം മിസ് ഇതുപോലെ ആ ക്ലാസ് എടുത്തിരുന്ന സമയത്ത്, ഫോർച്യൂണിലെ ക്ലാസ് എടുത്തിരുന്ന സമയത്ത് മിസ് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അപ്പോൾ ഞാനും മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു, നമ്മളിങ്ങനെ ഘോരം പറഞ്ഞു അത് വളരെ മോശമായി പോയി, എന്താണിങ്ങനെ എന്ന്. അപ്പൊ മിസ് പറഞ്ഞു, അല്ല, അത് നിങ്ങൾ കരുതുന്നതല്ല, അതൊരു ആധുനികമായ ഒരു ചെറുകഥയിൽ കാണുന്ന ആ എഴുത്തിന്റെ വേറൊരു രീതിയാണ് എന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ കരുതുന്ന വികാരമല്ല, അത് വാത്സല്യമാണ്. മകള് വലുതാവും തോറും ആ മകളിലേക്ക് അടുത്തേക്ക് എത്തണം എന്ന് കരുതുന്ന ഒരു അച്ഛന്റെ വാത്സല്യമാണ് എന്നുള്ളത്. അപ്പം ആ ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ നമുക്ക് എപ്പോഴും ആസ്വാദ്യകരമാണ്. അതെനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ഓപ്ഷനുകൾ പഠിക്കുന്ന ആർക്കും അതിനുള്ള ഭാഗ്യമില്ല എന്ന് ഞാൻ പറയും. അത് ഇപ്പൊ സ്വാതി പറഞ്ഞ കാര്യം തന്നെ ഞാൻ ഒന്നും കൂടെ പറയാം. അതെന്താന്ന് വെച്ചാല് ഒരു ആധുനിക ചെറുകഥയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാക്കുകൾ എങ്ങനെയാണ് തെറ്റായി ഉപയോഗിക്കുന്നത് എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒന്നാണ് ആധുനിക. പ്രത്യേകിച്ചും ഈ NS മാധവനെയൊക്കെ പോലുള്ള എഴുത്തുകാർ അതവർ ബോധപൂർവം ശ്രമിക്കുന്നതാണ് അങ്ങനെ മാറ്റണം എന്നുള്ളത്. അപ്പൊ നമ്മൾ അശ്ലീലം എന്ന് പറയുന്ന വാക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അശ്ലീലം എന്ന് പറയുന്ന വാക്കിന് ശ്ലീലമല്ലാത്തത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. റോഡിൽ തുപ്പുന്നത് അശ്ലീലമാണ്, അസ്ഥാനത്തുള്ളതാണത്. അപ്പോൾ നമ്മൾ
കിടക്ക ചൂട് പിടിപ്പിക്കാൻ തുടങ്ങി അവളുമായി എന്നൊരു വാചകം കേട്ട ഉടനെ എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും രോഷം കൊള്ളുകയാണ്. ഒരു അച്ഛൻ മകളെ ഇങ്ങനെയാണോ നോക്കേണ്ടുന്നത്? അങ്ങനെയല്ല. കിടക്കയിൽ ഒരാൾ കിടക്കുമ്പോൾ കിടക്ക ചൂട് പിടിക്കും. അത്രയും ലളിതമാണ് ആ വാക്ക്. ഭാഷാ കൗടില്യമൊക്കെ നമ്മൾ ആഴത്തിലേക്ക് നോക്കുമ്പോഴുണ്ടല്ലോ, ഈ മനുഷ്യൻ ഇത്ര കാലത്തിന് മുമ്പ് എങ്ങനെയാണ് ഈ ഭാഷ കൈകാര്യം ചെയ്തിരുന്നത്. ഇപ്പൊ മേനോക്കി എന്ന് പറയുന്ന വാക്ക്, അത് മേനോക്കി അല്ല, എന്നെ ഞെട്ടിച്ച വാക്ക് കാവൽക്കാട് എന്നൊരു വാക്ക് പുള്ളി പ്രയോഗിക്കുകയാണ്. എങ്ങനെ ഈ കാവൽക്കാട് എന്ന റിസർവ് ഫോറസ്റ്റ് അല്ലെ സംരക്ഷിത വനമേഖല എന്ന് നമ്മൾ സംസ്കൃതത്തിൽ പറയുന്ന സാധനം എങ്ങനെ പുള്ളിക്ക് കാവൽക്കാട് എന്ന് ഉപയോഗിക്കാൻ പറ്റി എന്ന് ഉള്ള കാര്യം എന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. ആ സാധനം തന്നെ നിങ്ങൾക്ക് പക്ഷെ എല്ലാം തരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഭാഷാ കൗടില്യത്തെക്കുറിച്ച്. അത് എൻ്റെ ഒരു ആവശ്യമാണ്. നമ്മളെ തൃപ്തിപ്പെടുത്താനാണല്ലോ പ്രധാനമായിട്ടും നമ്മുടെ ലക്ഷ്യം. അപ്പൊ നിങ്ങൾ എങ്ങനെയായിരുന്നു ഈ ഫസ്റ്റ് പേപ്പർ ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ സെക്കൻഡ് പേപ്പർ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്? എങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നും ഇത്രയും സാധനങ്ങൾ നമ്മൾ എഴുതി പിടിപ്പിക്കേണ്ടുന്നതുണ്ടോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നതാണ്. നമ്മൾ ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ടതുണ്ടോ, നമുക്കത് സാധ്യമാണോ എന്നൊക്കെയുള്ളൊരു ചോദ്യം സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സൗമ്യക്ക് എന്താ തോന്നിയത് അപ്പൊ അതിനെക്കുറിച്ച്? ടീച്ചർ, മലയാളം എന്ന് പറയുന്നത് ചെറിയൊരു സിലബസ് ആണ്, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും, GS-നെയും കാട്ടിലും എളുപ്പമാണ്, അതിനിടയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാലും ശരിക്കും അതിൽ നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണം. അപ്പോൾ മലയാളത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പോൾ ടീച്ചർ തന്നെ ഓരോ ക്ലാസ്സിലും ഇതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് വെച്ചുള്ളൊരു ആൻസർ റൈറ്റിംഗ് ആണ് നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്, പഠനമാണെങ്കിലും ആൻസർ റൈറ്റിംഗ് ആണെങ്കിലും. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരുപാട് വാസ്റ്റ് ആണെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും പേപ്പർ 1ഉം പേപ്പർ 2ഉം ഇപ്പം ടീച്ചറിൻ്റെ പ്രോസും പോയമോ ആണെങ്കിലും അതിൽ പോയിന്റ്സ് ടീച്ചർ പറയുന്നുണ്ട്. അതിനനുസരിച്ചുള്ളൊരു രീതിയിലുള്ള പഠനമാണ് ശരിക്കും ചെയ്യേണ്ടത്. അപ്പം ഒരുപാട് പ്രയാസമല്ല, എന്നാലും എഫേർട്ട് ഇടണം, അങ്ങനെ ഒരു രീതിയാണ്. ചോദിക്കൽ എന്തെങ്കിലും ഓർമ്മയുള്ള സംഭവങ്ങളുണ്ടോ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ എക്സാമ്പിൾ ഇട്ട് നമ്മൾ അല്ലെങ്കിൽ പോയിന്റ്സ് പറഞ്ഞ് നമ്മൾ അതിനെ എലാബറേറ്റ് ചെയ്തെടുക്കുന്ന എന്തെങ്കിലും ഒരു സാധനം, ഒരു ഉദാഹരണം പറഞ്ഞാൽ സ്വാതി എന്ത് പറയും? മിസ്, പേപ്പർ 2ന്റെ കാര്യത്തിലാണെങ്കിൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് കുടിയൊഴിക്കലാണ്. കുടിയൊഴിക്കൽ എന്ന് പറയുന്ന ആ ഒരു പദ്യം നമ്മൾ പഠിച്ചതാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഫോർച്യൂണിലെ ക്ലാസ്സിൽ മിസ് പലതവണ ഒരു 10ഓളം പോയിന്റുകൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് വളരെ ഭംഗിയുള്ള ദൃശ്യബിംബങ്ങളെ കുറിച്ചും ഗന്ധബിംബങ്ങളെ കുറിച്ചും, പിന്നെ കവിത ഒരു മധ്യവർഗ ദുരന്തത്തെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതും, അതേപോലെ സ്നേഹത്തിലൂടെ ഈ ലോകത്തെ മാറ്റാം എന്നുള്ള ഒരു വലിയ സന്ദേശം തരുന്ന ഒരു കവിതയാണ്. അപ്പോൾ ആ കവിതയിൽ ഈ ഓരോ പോയിന്റ്സും എടുത്തിട്ട് ആ ഓരോ പോയിന്റ്സിനെയും സപ്പോർട്ട് ചെയ്യുന്ന വരികൾ നമ്മൾ ആ കവിതകളിൽ നിന്നും എടുക്കും. എന്നിട്ട് അതൊരു ഉത്തരമായിട്ട് മാറ്റും. ഇപ്പൊ ചോദിക്കുന്നത് എന്താണോ, ഇപ്പൊ മധ്യവർഗ ദുരന്തമാണ് ചോദിക്കുന്നതെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായി പറയുന്ന പല പല വരികൾ ഉണ്ടാവും. ആ ഓരോ വരികളും ഓരോ പോയിന്റിനോട് ചേർത്ത് എഴുതും. അപ്പം അതൊരു വളരെ കൃത്യമായ, വളരെ കെട്ടുറപ്പുള്ള ഒരു ഉത്തരമായി മാറും. അങ്ങനെ കൃത്യമായ ഉത്തരങ്ങളിലേക്ക് മാറ്റുക, അത് എഴുതി മിസ്സിന് അയച്ചു കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലായിരുന്നു എന്റെ സെക്കൻഡ് പേപ്പറിൽ പോയിരുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയും ഇതൊരു പ്രോസസ്സിംഗ് ആണ്. കാരണം നോട്ട് എന്ന് പറയുന്നത് ഒരു നോട്ട് മാത്രമാണ്, നമ്മൾ തരുന്ന ഒരു നോട്ടാണ്. ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ് മാത്രമാണ്, നമുക്കതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ വെച്ചാൽ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു സാധനമാവില്ല. അപ്പം നമ്മൾ എപ്പോഴും പറയും ഷെഫ്-പിള്ളയുടെ പിന്നെ ഫിഷ് നിർവാണ കഴിക്കണമെങ്കിൽ ഷെഫ്-പിള്ള തന്നെ ഫിഷും ബാക്കി മസാലയും ചേർത്താൽ മാത്രമേ ആ നിർവാണയാകൂ. അല്ലാതെ ഇപ്പം വേറൊരാൾ ഉണ്ടാക്കുന്ന നിർവ്വാണം അങ്ങനെയല്ല, വേറൊരു തരത്തിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന മെറ്റീരിയലിനെയും അതുപോലെ നമ്മൾ തരുന്ന സാധനത്തിനെയും നമ്മൾ എങ്ങനെ നവീകരിക്കുന്നു എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സെക്കൻഡ് പേപ്പറിൽ മാത്രമല്ല, ഇതിപ്പോൾ ഞാൻ തരുന്ന സാധനമാണ്, നിങ്ങളുടേതായ ചില കറിക്കൂട്ടുകൾ അതിൽ ചേർക്കാം. അപ്പോഴാണ് അത് ഫ്ലേവർ മാറുന്നത്, അത് നിങ്ങളുടേതായി മാറുന്നത് എന്നാണ് എൻ്റെ ഒരു ഉത്തരം എഴുതുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം. അതാണ്. അങ്ങനെ തന്നെയല്ലേ സൗമ്യ? ഫസ്റ്റ് പേപ്പറിലും അത് തന്നെയല്ലേ അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്? അതെ, ടീച്ചറിന്റെ പോയിന്റ്സ് ഉണ്ട്. ഇപ്പം ഓരോന്നിനാണെങ്കിൽ ഇപ്പം ഞാൻ ആദ്യമായിട്ട് മെയിൻസ് എഴുതുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. അപ്പം അന്ന് ആദ്യം ടീച്ചറിൻ്റെ അടുത്ത് പേപ്പർ ഉണ്ടെങ്കിൽ ടീച്ചർ പറഞ്ഞു ഇതിനകത്ത് ഒന്നുമില്ല സൗമ്യ, പോയിന്റ്സ് ഒന്നും ഇല്ല എന്ന് പറയും. പക്ഷെ ഞാൻ എഴുതി നിറച്ചിട്ടുണ്ട്, പക്ഷെ ടീച്ചർ പറഞ്ഞത് പോയിന്റ്സ് ഇല്ല. അപ്പോൾ പിന്നെ ടീച്ചറിൻ്റെ ഓരോ പോയിന്റ്സും കേൾക്കുമ്പോൾ ഇതാണ് ശരിക്കും ആഡ് ചെയ്യേണ്ടത്. ഇപ്പം ആദ്യത്തെ യൂണിറ്റ് ആണെങ്കിൽ കൂടിയും ഒരുപാട് പോയിന്റ്സ് നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, ഒരുപാട് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു ഞാൻ മെയിൻസിനെ അപ്രോച്ച് ചെയ്തിരുന്നത്. ഓരോ പോയിന്റ്സും പ്രിപ്പയർ ചെയ്യുക, ഡെയിലി ആൻസർ എഴുതുക, ടീച്ചറിന് അയച്ചു കൊടുക്കുക, ടീച്ചറിനെ മെനക്കെടുത്തുക, ഇങ്ങനെയൊക്കെ പരിപാടികളായിരുന്നു ശരിക്കും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ സൗമ്യ ഇതുപോലെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർമ്മ വന്നത്. മിസ് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. മിസ് ഇതുപോലെ മെയിൻസിന്റെ പരീക്ഷയുടെ സമയത്ത് നമ്മൾ ഒരുമിച്ചുള്ള എഴുതിയേ. അപ്പോൾ മിസ് ഇതുപോലെ പറഞ്ഞു, നിങ്ങൾ കുറച്ച് പോർഷൻസ് എന്തായാലും പഠിച്ചിട്ടേ പോകാവൂ. അതായത്
വാണിപ്രവാളത്തിന്റെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണ്, വിഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ KG ശങ്കരപിള്ളയൊക്കെ പഠിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ നമ്മളിങ്ങനെ തമ്മിൽ സംസാരിക്കുമ്പം പഠിച്ചേക്കല്ലേ, ഒരു സമാധാനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ തുറന്നപ്പം അതില് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിന്റെ രാസവിദ്യ എന്താണ്? ഇത് ഈ പ്രഡിക്ഷൻസിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചോദ്യങ്ങളിലേക്ക് എത്തുന്നതിന്റെ പിന്നിൽ എന്താണ് ഉള്ളത്? അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴാണ് അത് ശ്രദ്ധിച്ചതെന്നുള്ളതാണ് അതിന്റെ വാസ്തവം. ഇത് ഞാൻ കുറെ വർഷം കൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. അത് പിന്നെ ഞാൻ എന്നെ പ്രൊമോട്ട് ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ ചോദിച്ച ഇത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഞാൻ ആനുകാലികങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ആനുകാലികങ്ങളും എത്ര സമയം കിട്ടിയില്ലെങ്കിലും മാതൃഭൂമി വായിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്ത ആളുകളിൽ ഒന്നാണ് ഞാൻ. അപ്പൊ ഞാൻ മാതൃഭൂമി സ്ഥിരമായിട്ട് വായിക്കാറുണ്ട്, കവിതകൾ വായിക്കാറുണ്ട്. എന്താണ് സാഹിത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഒരുവിധം ഭംഗിയായിട്ട് നോക്കുന്ന ഒരാൾ. അത് എൻ്റെ ഒരു ഗുണമല്ല, എനിക്ക് തൃപ്തിക്ക് വേണ്ടി, എനിക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞാനതിങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ സാഹിത്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാൾ? ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ കുറിച്ച് എനിക്കൊരു അവബോധമുണ്ട്. ഒരു 20 വർഷത്തെ ചോദ്യം എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാം ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, പല ചോദ്യങ്ങളും. ഇപ്പൊ 6th യൂണിറ്റിലൊക്കെ ആണെങ്കിൽ SK പൊറ്റക്കാട്ട് എന്ന് പറയുന്ന ചോദ്യം 6th യൂണിറ്റിൽ നിന്ന് സഞ്ചാര സാഹിത്യത്തിൽ നിന്നും നോവലിൽ നിന്നുമായിട്ട് SK പൊറ്റക്കാട്ട് തന്നെ ഈ 20 വർഷത്തിനിടയ്ക്ക് 10 തവണ ആവർത്തിച്ച് വന്നിരിക്കുകയാണ്. നമ്മളത് നോക്കുമ്പോൾ നമ്മൾ നമ്മളൊന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു വസ്തുതയാണ്. അപ്പൊ ഇതിനപ്പുറത്തേക്ക് എന്ത്? അതാണല്ലോ 6th യൂണിറ്റിലെ ഒരു ചോദ്യം, അല്ലെങ്കിൽ 5th യൂണിറ്റിലെ ഒരു ചോദ്യം. ഇതിനപ്പുറത്തേക്ക് എന്ത് ചോദിക്കാം എന്ന് നമ്മൾ ചിന്തിക്കും. അതിന് നമുക്കൊരു ബേസിക് ആയിട്ടൊരു കുറച്ച് കാര്യങ്ങൾ അറിയണം. അപ്പൊ എനിക്ക് കഴിഞ്ഞ തവണ KG ശങ്കരപിള്ള, സത്യം പറഞ്ഞാൽ KG ശങ്കരപിള്ള ടീച്ചർ എനിക്ക് തോന്നുന്നു നമുക്ക് ഇത്തവണ കയറാത്ത ഒരാളാണ് എന്നെ ആദ്യം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മിസ്സേ KG ശങ്കരപിള്ള വന്നു. ഞാൻ ഞെട്ടിയേ, KG ശങ്കരപിള്ളയോ എന്ന് വിചാരിച്ചു. കാരണം KGS ചോദിക്കുന്ന എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, ആരും ചിന്തിക്കാത്തൊരു കാര്യം പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് തോന്നുകയാണ്. കാരണം KGS ആണ് ആ സമയത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സംഭവം. അതിനു മുമ്പ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പറഞ്ഞു. രാമകഥപ്പാട്ട് ഞാൻ ആദ്യം പറഞ്ഞു, എനിക്ക് തോന്നുന്നു നമ്മുടെ ഷാഹുൽ ഹമീദും ദേവിയൊക്കെ എഴുതിയ വർഷം രാമകഥപ്പാട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വന്നിട്ടുണ്ട്, അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കൃഷിപ്പാട്ടുകൾ വന്നിട്ടുണ്ട്. ഇതുപോലെ പിന്നെ തനത് നാടകവേദി വന്നിട്ടുണ്ട്, മുക്തക പ്രസ്ഥാനം വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ എക്സ്ട്രാ പറയാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ, അതിന്റെ ചുറ്റുപാടിൽ നിന്ന് പ്രാധാന്യമുള്ളത് എന്ത് എന്നുള്ളത് നമ്മൾ ആ പഠിപ്പിച്ച ചോദ്യമല്ലാതെ അതിന്റെ ചുറ്റുപാട് എന്തുണ്ട്. അപ്പൊ നാടകവേദി എല്ലാം ചോദിച്ചു, ഇനി തനത് ചോദിക്കാം. ഇത്തവണ ഇനി എന്താ, ഇത്തവണത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഇത്തവണ എനിക്ക് തോന്നുന്നു ചിലപ്പോ പിന്നെ സാഹിത്യ നിരൂപണത്തിൽ ഇത് ചോദിക്കുന്ന മിസ് പ്രഡിക്റ്റ് ചെയ്താ വന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇത് മിസ് ക്ലാസ്സിൽ പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇല്ല, അങ്ങനെ ഇല്ലല്ലോ. നമുക്കിപ്പോ അങ്ങനെയുണ്ടോ? മലയാളം പഠിക്കുന്ന ഒരാളിനിപ്പോ എന്റെ കുട്ടികൾ മാത്രമേ പഠിക്കാവൂ എന്ന് വാശി പിടിക്കുന്നത് ശരിയല്ലല്ലോ. എന്നാലും നമുക്കൊരു ഊഹം പറയാമല്ലോ, വരുമെന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പോ കൃഷ്ണൻ നായർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാലമാണ്. എല്ലാവരും പഠിക്കട്ടെ, മനസ്സിലായി. കൃഷ്ണൻ നായർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. കാരണം സാഹിത്യവാരഫലം എന്ന് പറയുന്ന ഒരു പങ്ക്തി കേരളത്തെ മുഴുവൻ ഇളക്കി മറിച്ചൊരു പങ്ക്തിയായിരുന്നു. ആ പങ്ക്തിയെ പുസ്തക രൂപത്തിൽ PK രാജശേഖരൻ എഡിറ്റ് ചെയ്ത് 6 വാല്യങ്ങളായിട്ട് മാതൃഭൂമി ഇപ്പൊ ഇറക്കിയിട്ടുണ്ട്. ഒരുപാട് ചർച്ചകൾ അതിന്റെ ഇടയിൽ ആനുകാലികങ്ങൾ നടത്തി. അപ്പൊ സ്വാഭാവികമായിട്ടും കൃഷ്ണൻ നായർ ഒരു വിമർശനത്തിലെ ഒരു ചോദ്യമായിട്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല, ചോദിക്കാമല്ലോ, ഊഹമാണ്. അപ്പൊ കൃഷ്ണൻ നായരെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. നാടകത്തിൽ പറയുകയാണെങ്കിൽ G ശങ്കരപിള്ള ചോദിച്ചിട്ടില്ല, കൃഷ്ണപിള്ള ചോദിച്ചിട്ടുണ്ട്, G ശങ്കരപിള്ള ചോദിച്ചിട്ടില്ല. ഈ നാടകത്തിന് ഇത്രയേറെ സംഭാവനകൾ നൽകിയ G ശങ്കരപിള്ള എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് എൻ്റെ മനസ്സിലെ ചോദ്യം ഞാൻ ഇവിടോട്ട് വെക്കുന്നു. ചോദിക്കാം, മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. അല്ലാതെ നമുക്കതിൽ ജാലവിദ്യകളൊന്നുമില്ല. നമ്മൾ ശരിക്കും ഇതിനെക്കുറിച്ചൊരു ആഴമുള്ളൊരു അറിവുണ്ടായിരിക്കുക. പിന്നെ നമുക്കൊരു ചെറിയ വിവേകം വേണം. ഇതുവരെ ചോദിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചോദിക്കാം എന്നുള്ളൊരു വിവേകം, അത് കൃത്യമായി ചോദിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം 6th ഉം 5th ഉം യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാഹിത്യ ചരിത്രം മൊത്തം പഠിക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രായോഗികമായൊരു സംഭവമല്ല. അപ്പൊ നമുക്ക് ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ മനസ്സിലാക്കുക, അത് ചോദിക്കും എന്ന് ഉറപ്പിക്കുക, ഇനി എന്ത് എന്നുള്ളൊരു സാധനം നമ്മൾ കണ്ടെത്തുക. ആ ഇനി എന്ത് എന്ന് കണ്ടെത്തുന്നതിലാണ് നമ്മൾ കുറച്ച് വിവേകം കാണിക്കേണ്ടത്. ആ വിവേകം ചിലപ്പോ എന്തുകൊണ്ടോ എനിക്ക് വല്ലപ്പോഴും ഒക്കെ വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ വേറൊന്നും അതിലില്ല. അതാണ്. ടീച്ചർ എന്തായാലും കണ്ടന്റിനെ കുറിച്ച് കുറെ പറഞ്ഞു. അതിപ്പോ മെയിൻസ് ഇടുന്നവരെ ഒരുപാട് അവർക്ക് ഉപയോഗം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ
മെയിൻസ് ആൻസർ റൈറ്റിംഗ് മറ്റൊരു കാര്യമാണ്. ഇപ്പം മെയിൻസിന്റെ ടൈമാണ്. അപ്പം എല്ലാവരും ചിന്തിക്കുന്നത് മെയിൻസ് എങ്ങനെ ആൻസർ എഴുതണം. അവർ കുറെ തെറ്റുകൾ ചെയ്യാറുണ്ട്. അപ്പം അതെന്താണ് ടീച്ചർ ചെയ്യേണ്ടത്? അത് നമ്മളിവിടെ ഫോർച്യൂണിൽ ഇപ്പോൾ കണ്ടന്റ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. 3 ദിവസമാണ് അത് ചെയ്യുന്നത്. അതായത് എക്സാമിന് മുമ്പുള്ള, നമ്മളിവിടെ ടൈം ടേബിൾ ഉണ്ട് എക്സാമിന്റെ, ആ എക്സാമിന് മുമ്പുള്ള 3 ദിവസങ്ങളിൽ ആ പോർഷൻ നമ്മൾ കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്നു എന്നാണ്. കണ്ടന്റ് എൻറിച്ച്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സാധനമാണ്. നമ്മൾ ബേസ് പഠിച്ചിട്ടുള്ള ഒരാളിന് 2 or 3 പോയിന്റ്സ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയും പുതിയൊരു സാധനം ഇപ്പൊ ജി ശങ്കരപിള്ളയെ പോലെയോ എം കൃഷ്ണൻ നായരെ പോലെയോ, അത് ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആഡ് ചെയ്ത് കൊടുത്ത് അവരെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുന്നു. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു നല്ല പ്രയോജനപ്പെടുന്ന ഒരു പ്രോഗ്രാം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ചെയ്യുന്നത് നല്ല പ്രയോജനം. അതിനെ തുറന്നൊരു ഡിസ്കഷൻ നടത്തുന്നുണ്ട് നമ്മൾ. ആ ഡിസ്കഷനിൽ ഇതുവരെ വന്ന ചോദ്യങ്ങളെ നിങ്ങൾ എഴുതിയ രീതി എന്താണ്, ആ രീതി എങ്ങനെ മെച്ചപ്പെടുത്തും. അപ്പൊ പൊതുവേ നമ്മളിപ്പോൾ കാണുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും ചിലപ്പോൾ അത് കുറച്ച് അശ്രദ്ധമായി കൈകാര്യം ചെയ്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവായിട്ട് പോയിന്റ്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതിയായിരുന്നു നമ്മൾ പിന്തുടർന്നുകൊണ്ട് വന്നത്. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടെ വിശദീകരിക്കാം എന്ന് തോന്നുന്നു. വിശദീകരിക്കാനുള്ള സ്ഥലവും സന്ദർഭവും ഒക്കെ ഉണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അപ്പൊ വിശദീകരിക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വിശദീകരിക്കാം. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ രാഷ്ട്രീയ നാടകത്തെ കുറിച്ചൊരു ചോദ്യം വരുന്നു. ചോദിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. രാഷ്ട്രീയ നാടകത്തെ കുറിച്ചൊരു ചോദ്യം വരുന്നു. അപ്പൊ പാട്ടവാക്കിയെ കുറിച്ച് നമ്മൾ എഴുതുകയാണ്. പാട്ടബാക്കി എന്ന് പറയുന്ന നാടകം കെ ദാമോദരൻ രചിക്കാനിടയായ പൊന്നാനി കർഷക സമരത്തെക്കുറിച്ച്, സമരത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കെ ദാമോദരൻ രചിച്ച പാട്ടബാക്കി എന്ന് എഴുതുമ്പോഴാണ് ആ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്നും ആ ഉത്തരം സബ്ജക്റ്റീവായിട്ട് മാറുന്നത്. അതായത് നിങ്ങൾക്ക് അറിയാം ഇത് എന്നവരെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ അതുപോലെ നമ്മളിപ്പോ ഹിഗ്ഗിറ്റയിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വിജയൻ എന്നൊരു കഥാപാത്രം കാണി എന്ന് പറയുന്ന കഥയിലുണ്ട്. അപ്പൊ വിജയൻ എന്ന് കൃഷ്ണൻ, വിജയൻ, ശകുന്തള, ഈ 3 പേരുടെ വീക്ഷണത്തിലൂടെയാണല്ലോ ഈ ചെറുകഥ ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പൊ വിജയൻ എന്നൊരു കഥാപാത്രമുണ്ട്. വിജയൻ എന്ന് നമ്മൾ വെറുതെ പറഞ്ഞു പോകുന്നതിന് പകരം ഭാനുമതി അമ്മായിയുടെ മകൻ വിജയൻ എന്ന് നമ്മൾ പറയുമ്പോൾ അത് കുറച്ചുകൂടെ വിശ്വാസയോഗ്യമായി ഒരാളിന് തോന്നുന്നു എന്നാണ്. ഇപ്പൊ ഉത്തരം എന്ന് പറയുന്നത് ഒരു വിശ്വസിപ്പിക്കലാണല്ലോ. ചോദ്യകർത്താവിനെ വിശ്വസിപ്പിക്കലാണ് ഉത്തരം. ആ വിശ്വസിപ്പിക്കാൻ നിങ്ങൾ പ്രാപ്തി നേടുന്നത് ഈ പോയിന്റ്സിനേക്കാൾ കൂടുതൽ ഇത് കുറച്ചുകൂടെ ഒന്ന് വിശദമാക്കിയിട്ടാണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ അത്തരം തിരുത്തുകള് കുട്ടികളുടെ പേപ്പറിൽ വരുത്താൻ ഇപ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ കാലം അത് ആവശ്യപ്പെടുന്നു എന്ന് തോന്നുന്നത് കൊണ്ട് അങ്ങനെ ഒരു തിരുത്ത് വരുത്താൻ. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, എല്ലാവരും എഴുതുന്ന കാര്യങ്ങൾ എഴുതിയാലേ നമുക്ക് മാർക്ക് കിട്ടും. ഇല്ലാതെ നമ്മൾ പുതുതായിട്ടുള്ള സാധനങ്ങൾ എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. കാരണം നമ്മളിപ്പോ പറയണം മഹളാളി മഹാസ്പദങ്ങളായ അച്ചീചരിതങ്ങളാണ് മണിപ്രവാള കൃതികൾ. ഇതിപ്പോ സ്വാതി സൗമ്യം ഒക്കെ എഴുതുമല്ലോ, ഞാൻ വേറൊന്നും എഴുതാം എന്ന് വിചാരിക്കുന്നത് പോലെ വിഡ്ഢിത്തം വേറൊന്നുമില്ല. കാരണം അവർക്ക് സുഗമമായി മനസ്സിലാകുന്ന, അവർ കേട്ട് പഴകിയ സാധനങ്ങൾ നമ്മൾ കൊടുക്കണം. കൂട്ടത്തിൽ നിങ്ങൾ 1-2 സാധനം വെച്ചാൽ അത് ശരിയായിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ കണ്ടന്റ് ശരിയാണോ ഇല്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം പേപ്പർ നോക്കുന്നവർക്ക് ഈ കണ്ടന്റ് അറിയാം. അപ്പൊ നിങ്ങൾ തെറ്റെഴുതുമ്പോൾ, കണ്ടന്റ് അവർക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും തെറ്റെഴുതുമ്പോൾ അവർക്ക് ഓർമ്മ വരും ഇത് തെറ്റാണ്. അപ്പൊ അത്തരം തെറ്റുകൾ വരുത്താതിരിക്കുക എന്നുള്ളതാണ്. അത് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ക്വസ്റ്റ്യനെ ഒരാളും അഡ്രസ്സ് ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ പേപ്പർ നോക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ചോദ്യത്തിനെ അഡ്രസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും വായിക്കുമ്പോൾ എനിക്ക് ചോദ്യം മനസ്സിലാവണം. ഞാൻ ഒരിക്കലും ചോദ്യം നോക്കാറില്ല എന്ന് പറയാറുണ്ട്. കാരണം നമ്മൾ ചോദ്യത്തിൽ ഒരു കീവേഡ് ഉണ്ടായിരിക്കും, ഇൻട്രൊഡക്ഷനിലും കൺക്ലൂഷനും അത് അഡ്രസ്സ് ചെയ്യണം, അതിന്റെ ഇടയിലെല്ലാം അത് വരണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ആ ഉത്തരം അവർക്ക് രസകരമായിട്ട് തോന്നും. ഇങ്ങനെ കുറെ കാര്യം. പിന്നെ ഖണ്ഡികകൾ തമ്മിൽ പരസ്പര പൊരുത്തം വേണം. ഒരു മോരും മുതിരയും പോലെ ഉദാഹരണങ്ങൾ വെക്കരുത്. അങ്ങനെ പറഞ്ഞു വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്തരം മാറ്റങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാർക്ക് കിട്ടൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ ആഴത്തിലുള്ള പഠനം, ആഴത്തിലുള്ള എഴുത്ത് രീതി, അതെ പഠനം എന്നല്ല, കണ്ടിട്ട് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊക്കെ ഓരോ വിഷയത്തെക്കുറിച്ചും കുറെ സാധനങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇല്ലേ? ഉറപ്പായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ പഠിച്ചിട്ടുള്ള കുറെ സാധനങ്ങൾ നിങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ടോ? പറഞ്ഞേ. ഇല്ല ഉപയോഗിക്കുന്നു. എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? അത് ആ ചോദ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ, ഒരു കൃത്യമായ ഫ്ലോയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഗവേഷണമല്ല ഇവിടെ വിഷയം. പക്ഷേ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾ, ഇപ്പോ
നമ്മൾ സ്ഥിരമായി എഴുതി പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ. കണ്ടെടുത്തിട്ടുള്ള ആദ്യത്തെ പാട്ടുകൃതിയാണ് രാമചരിതം. നമ്മൾ സ്ഥിരം എഴുതി പോകുന്ന ഇതിനെ നമുക്കൊന്ന് തിരിച്ചിട്ടൂടെ? ഊഴിയിൽ ചെറിയവർക്ക് അറിയുവാൻ ഉര ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമ കവി എഴുതിയ എന്ന് നമുക്കതിനെ തിരിച്ചിടാം. പഠിച്ച മുഴുവൻ കണ്ടന്റ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്, അല്ലാതെ ഒരു പരമ്പരാഗതമായ ഉത്തരം എഴുതാതിരിക്കുക എന്നുള്ളത് ശരിയല്ലേ? അങ്ങനെയല്ലേ തോന്നുന്നത്? അതെ ടീച്ചർ, എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നത്. മറ്റൊരു കാര്യം ടീച്ചർ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് സ്കോറിംഗ് അല്ല എന്നൊക്കെ ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട് ആസ്പിറൻസ്. കുറെ പേര് എന്നോട് തന്നെ ചോദിച്ചപ്പം ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പം അതിലൊരു സംശയമായിരുന്നു, മലയാളം സ്കോറിംഗ് ആണോ, മെയിൻസിന് മാർക്ക് കൊടുക്കുമോ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. എന്താന്ന് വെച്ചാല് ഇതിപ്പോ ഞാനിപ്പോ എല്ലാ ഓറിയന്റേഷൻ ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യമാണ്. അത് പറയാൻ ഞാൻ നിർബന്ധിതയായി പോവാണ്. കാരണം എന്താന്ന് വെച്ചാല് മലയാളം സ്കോറിംഗ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഒരു പാരമ്പര്യം ആണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് നമുക്ക് 332 മാർക്കൊക്കെ കിട്ടിയ പാരമ്പര്യമുണ്ട് നമുക്ക്. ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഈ കാലത്തെ അളക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാലം മാറിപ്പോയി, മനസ്സിലായില്ലേ? ഇപ്പൊ 332 മാർക്ക് കിട്ടുന്ന ഒരാളിന് GS-ന്റെ മാർക്ക് കുറച്ച് കുറഞ്ഞു പോയാലും ആ 332 മാർക്ക് കൊണ്ട് അവർക്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കുന്നുണ്ട്. അപ്പോ UPSC പോലെ ഒരു പ്രസ്ഥാനം അത്രയും ലളിതമായി കാര്യങ്ങൾ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ഓപ്ഷനുകളെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷനുകളോട് തുല്യത വഹിക്കുന്ന ഒരു മാർക്ക് നിങ്ങൾക്കും കിട്ടും, ലിറ്ററേച്ചറിനും കിട്ടും. അല്ല തമിഴിന് 340 മാർക്ക് കിട്ടുക, ഫിലോസഫി എടുത്ത ആളിന് 200 മാർക്ക് കിട്ടുക എന്ന് പറയുന്ന ന്യായമല്ലല്ലോ. എല്ലാത്തിലും ഒരു ന്യായം ഉണ്ടല്ലോ, അത് ന്യായമല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഓപ്ഷനും തുല്യമായിട്ടൊരു മാർക്ക് വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ സ്വാതിക്ക് എന്താ തോന്നുന്നത്? എനിക്കിതിൽ ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ സ്കോറിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമല്ല ഇതിൽ നോക്കേണ്ടത്. അത് പല കുട്ടികളുടെ അടുത്ത് ഞാൻ തന്നെ നേരിട്ട് പറയാറുമുണ്ട്. അതായത് നമ്മൾ സക്സസ് റേഷ്യോ എന്ന് പറയുന്നൊരു സാധനം കൂടി നോക്കണം, അല്ലെങ്കിൽ സക്സസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് ഇത്ര കുട്ടികൾ എഴുതുമ്പോൾ എത്ര ശതമാനം ആളുകൾ കയറുന്നു എന്നുള്ളത്. സാധാരണ നമ്മൾ കാണുന്ന സോഷ്യോളജി അതുപോലത്തെ ഓപ്ഷണലുകൾ വളരെ അറിയാവുന്ന ഫേമസ് ആയ കുറച്ച് ഓപ്ഷനുകൾ ഉണ്ടല്ലോ. അതായത് സോഷ്യോളജി ഉണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, PSIR ഉണ്ട്. അപ്പം അതിനൊക്കെ ഉള്ള സക്സസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു 8% വന്ന് നിൽക്കും. അതായത് 100 പേര് എഴുതിയാൽ 8 പേര് കയറും. പക്ഷെ മലയാളത്തിലേക്ക് എത്തുമ്പോൾ അത് 100 പേര് എഴുതിയാൽ 10 പേര് കയറും. അതായത് 10% ആണ് സക്സസ് റേഷ്യോ. മിസ്സിന് തന്നെ എനിക്ക് തോന്നുന്നു മിസ്സിന് തന്നെ കഴിഞ്ഞ വർഷം 8 റിസൾട്ട് ഉണ്ടായിരുന്നല്ലോ, എന്നിട്ടാണ് അതൊരു കുറവാണെന്ന് പറയുന്നത്. ഒരു 255 മാർക്കിന് മുകളിൽ അല്ലെങ്കിൽ 250 മാർക്കിന് മുകളിലുള്ള ഒരാള് ബാക്കിയെല്ലാം ഒരുവിധം നന്നായിട്ട് എഴുതുകയാണെങ്കിൽ അയാൾ ലിസ്റ്റിൽ വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ള കാര്യം ഞാൻ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഇതൊരു മിത്തുകൾ പ്രചരിക്കുന്ന ഒരു സ്ഥലമാണല്ലോ UPSC. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ സ്ഥിരം ക്ലാസ്സിൽ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്. അതായത് KR മീര ആരാചാരി പറയുന്നുണ്ട്, എന്താണ്, മരണത്തെക്കാൾ അനിശ്ചിതത്വമായിട്ടുള്ളത് ഈ ലോകത്തൊന്നേ ഉള്ളൂ, പ്രണയം. നമ്മൾ ക്ലാസ്സിൽ പറയുന്ന അങ്ങനെയല്ല, മരണത്തെക്കാൾ അനിശ്ചിതത്വമുള്ള ഒന്നേ ഉള്ളൂ ക്ലാസ്സിൽ UPSC പരീക്ഷ. ആര് കയറും ആര് കയറില്ല, ആർക്ക് മാർക്ക് കിട്ടും എന്നൊക്കെ നമ്മളൊരു ധാരണയിൽ ഇങ്ങനെ പറയുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന, എന്റെയൊക്കെ ഹൃദയം പൊടിച്ചു കളഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്, മനസ്സിലായോ? കയറുമെന്ന് അവസാന നിമിഷം വരെ വിചാരിച്ച് 4 തവണ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരാള് ഇത്തവണ പ്രിലിംസ് ക്ലിയർ ചെയ്തില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു പക്ഷെ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഉറക്കം പോലും കിട്ടാത്ത ഒരു ദിവസത്തിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടുപോകും, മനസ്സിലായോ? അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ നന്നായിട്ട് ചെയ്യുക. പിന്നെ ഇത് പേപ്പർ നോക്കുന്ന നമ്മളല്ലല്ലോ, വേറൊരാളിന്റെ കയ്യിലേക്ക് ചെന്നെത്തുന്ന പേപ്പറിന് അതിന്റെ ഒരു അംശം അവിടെ നിന്ന് കിട്ടാനുണ്ട്. ആ അംശം കൂടെ നമുക്ക് കിട്ടണം എന്ന് നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിച്ചിരിക്കണം. അതാണ്. പിന്നെ ടീച്ചർ, എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ ടീച്ചർ തന്നെ നല്ല രീതിയിൽ അനിശ്ചിതത്വമുണ്ട് ഇതിലെന്ന് പറയുന്നു. അപ്പം കുട്ടികളാകെ കൂടെ പാനിക്കാവും. എവിടെ പോയാലാണ് നമുക്ക് നല്ല രീതിയിൽ സ്കോർ കിട്ടുക, എവിടെ പോയാലാണ് നല്ല ക്ലാസ് കിട്ടുക, അങ്ങനെ നല്ല രീതിയിലൊരു കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയാണ് ശരിക്കും ഈ മലയാളം ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചർ, എങ്ങനെയാണ് ഒരു കുട്ടി ശരിയായിട്ടൊരു ക്ലാസ് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ശരിയായിട്ടൊരു പഠന രീതി തിരഞ്ഞെടുക്കുക എന്നുള്ളത്, അതിനെപ്പറ്റി ടീച്ചറിന് എന്താ പറയാനുള്ളത്? ഞാൻ പറയുന്നതിനേക്കാൾ സ്വാതി പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഞാനിപ്പോ പറയുമ്പോ ഞാൻ അയ്യോ എന്റെ അടുത്തോട്ട് വരൂ എന്ന് പറയുന്നല്ലേ എന്റെ ശരി, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുതരാം, അത് മോശമല്ലേ? അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അപ്പൊ സ്വാതി പറയൂ, ഒരു കുട്ടി എന്നുള്ള നിലയിൽ സ്വാതിക്ക് എന്താ തോന്നുന്നത്? എങ്ങനെയാണ് നമ്മളൊരു ക്ലാസ് തിരഞ്ഞെടുക്കേണ്ടത്? അല്ലെങ്കിൽ എന്താണ് നമുക്കിപ്പോ, സൗമ്യ നേരത്തെ പറഞ്ഞു നമുക്ക് അവൈലബിൾ ആയിരിക്കണം, നമുക്ക് കുറച്ച് സുഖമായിട്ട് തോന്നണം അവരുടെ അടുത്തിരിക്കുമ്പോൾ, നമുക്ക് പ്രശ്നമില്ല എന്ന് തോന്നണം. സ്വാതിക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ശരിയാണ് മിസ്സേ. നമ്മൾ പഠിപ്പിക്കുന്ന വ്യക്തി, അതായത് മലയാളം പോലെ ഒരു സബ്ജക്ട് പഠിപ്പിക്കുന്ന ഒരു വ്യക്തി നമുക്ക് അവൈലബിൾ ആയിരിക്കണം, എല്ലാ സമയത്തും അപ്രോച്ചബിൾ ആയിരിക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ആ സംശയം കൃത്യമായി പറഞ്ഞു തരാൻ പറ്റുന്ന അറിവുള്ള ഒരാളായിരിക്കണം.
അത് മാത്രമല്ല നമുക്ക് ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് ഒരു സപ്പോർട്ട് തരും എന്നുള്ള ഒരാളായിരിക്കണം. അതൊക്കെയാണ് മലയാളത്തിൽ സാധാരണ വരുന്നത്. ആ അറിവ്, ആ അപ്രോച്ചബിലിറ്റി, അതൊക്കെയാണ് വരുന്നത്. പിന്നെ തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് അത് ഓരോരുത്തരെ സംബന്ധിച്ചിരിക്കുന്നതാണ്, അവരവരുടെ എത്തിക്സിനെ സംബന്ധിച്ചിരിക്കുന്നതാണ്. എവിടെ പഠിക്കണം, എന്ത് തീരുമാനിക്കണം, എന്തെടുക്കണം എന്നുള്ളത് നമ്മളെ പോലെ, ഇപ്പം നമ്മളൊക്കെ മുതിർന്ന ആളുകളാണ്, ഞാൻ സൗമ്യം പോലെയുള്ള ആളുകളൊക്കെ മുതിർന്ന ആളുകളാണ്. നമ്മളുടെ ഒരു എത്തിക്സിന്റെ ഭാഗം കൂടി അതിൻ്റെ അകത്ത് ഉണ്ടാവണം. എത്തിക്സ് ഇല്ലാതെ ഒരു മനുഷ്യനില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള തീരുമാനങ്ങളിലേക്ക് നമുക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നോക്കി തെരഞ്ഞെടുക്കണം. അല്ലാതെ ഒരു കോമൺ മിത്തുകളിൽ നിന്നോ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു ക്രൗഡ് പോകുന്നിടത്തേക്ക് പോകണം എന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങളുടെ മനസാക്ഷിയോട് തോന്നുന്ന രീതിയിൽ കൃത്യമായി വേണ്ടടുത്ത് പോയി പഠിക്കുക, അത് കൃത്യമായി പറയുക. അത്രയൊക്കെയാണ് ഈ കാര്യത്തിലുള്ളത്. പക്ഷെ ടീച്ചർ അങ്ങനെ പഠിക്കുമ്പോൾ വേറൊരു കാര്യം കുട്ടികൾക്കുള്ളത്, എങ്ങനെയുള്ള ആൾക്കാരെ മലയാളം ഓപ്ഷൻ എടുക്കേണ്ടേ? കുറെ പേരുടെ സംശയം, അല്ലെങ്കിൽ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ചില ഇംഗ്ലീഷ് വാക്കുകൾ അത് മലയാളം കിട്ടില്ല, മലയാളീകരിക്കാൻ ഭയങ്കര പാടാ. അപ്പം എങ്ങനെ ഉള്ള ആളുകളായിരിക്കണം മലയാളം ഓപ്ഷൻ എടുക്കേണ്ടത്? അത് എന്താന്ന് വെച്ചാല്, നമ്മൾ സാധാരണ ഞാൻ ക്ലാസ്സിലൊക്കെ പറയും, മലയാളം എഴുതാനും വായിക്കാനും അറിയാവുന്ന ആർക്കും മലയാളം ഓപ്ഷൻ എടുക്കാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താന്ന് വെച്ചാല്, മലയാളത്തിൽ എനിക്കിങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം കടലാസ് പോലെ, ഒരു വെള്ള കടലാസ് പോലെ ഒരാളിനെ കിട്ടുന്നതാണ് എനിക്ക് താല്പര്യം. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ അവിടെ കൊടുക്കുന്ന സാധനങ്ങളിൽ ഏറ്റവും നല്ല ഉദാഹരണം ദേവിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ അവിടെ കിടക്കും. പിന്നെ നിഷ എന്ന് പറഞ്ഞ എൻ്റെ ഒരു പഴയ സ്റ്റുഡന്റ് ഉണ്ട്, ഒരു IPS കിട്ടിയ സ്റ്റുഡന്റ് ആണ്, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഒട്ടും തന്നെ മലയാളത്തിനെ കുറിച്ച് അന്ന് ഈ മൊബൈലും ബാക്കിയുള്ള മത്സരങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നിഷയുടെ ആവശ്യം വന്നിട്ടില്ല. അതാണ്. അപ്പോൾ നിഷ ഞാൻ അച്ചി എന്ന് തുമ്മുന്ന സാധനം നിഷയുടെ നോട്ട്ബുക്കിലുണ്ടായിരുന്നു. അപ്പൊ നിഷയ്ക്കറിയില്ല ഈ അച്ചി വേണമെന്നാണോ വേണ്ടാത്തതാണോ എന്ന്. മനസ്സിലായോ? അത്രമാത്രം മലയാളം അറിയാൻ പാടില്ലാത്ത ഒരാളായിരുന്നു നിഷ. പക്ഷെ ഇതിൽ ഏറ്റവും UPSC പരീക്ഷയുടെ കാര്യത്തിൽ പറയുന്ന പോലെ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും ഉള്ള ഒരാളിനെയാണ് ഈ പരീക്ഷയ്ക്ക് ആവശ്യം. അത് തന്നെയാണ് മലയാളം പഠിക്കാനും ആവശ്യം. അതിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ല. കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും ഉണ്ടാകണം. പിന്നെ ഈ നമ്മൾ പഠിച്ചേ പറ്റൂ. ഇത് അല്ലാതെ വേറെ ഒരു പരിപാടിയും, എല്ലാ ഓപ്ഷൻ പോലെയും തന്നെ മലയാളം പഠിച്ചേ പറ്റൂ. കുറച്ച് രസകരമായി പഠിക്കാം, അത്ര മാത്രമാണ് ഇതിന്റെ ഗുണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം നമ്മളത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വാക്കുകൾ കിട്ടുന്നില്ല എന്ന് പറയുന്നത്, വാക്കുകൾ എവിടെ പോയത്? നമ്മൾ കുട്ടിക്കാലം മുതൽ, ഞാൻ ക്ലാസ്സിൽ സംസാരിച്ചതിന് ശേഷം ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഈ വാക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ബഹുസ്വരത എന്ന് പറയുന്ന സാധനം പോലും കുട്ടിയൊക്കെ മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എന്താന്ന് വെച്ചാൽ മലയാളം എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷയല്ലേ, മുലപ്പാല് പോലെ നമ്മുടെ ഉള്ളിലേക്ക് വീണിരിക്കുന്ന സാധനമല്ലേ. അത് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുമ്പോൾ തുരുമ്പ് പിടിച്ചിരിക്കുന്നു. നമ്മൾ വെറുതെ ഒന്ന് തുടച്ച് തേച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് നല്ല ബാക്കിയുള്ള എല്ലാത്തിനേക്കാൾ തിളങ്ങുന്നൊരു സാധനമാണത്. അത് നമ്മൾ തിളക്കിയെടുക്കുക എന്നുള്ളത് എനിക്കൊരു പരിധി വരെ പറ്റൂ. തിളക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം കുട്ടികൾക്കാണ്, എനിക്ക് സഹായിക്കാനല്ലേ പറ്റൂ. അപ്പൊ ആ തിളക്കം വരുത്തി കഴിഞ്ഞാൽ അത് ഭയങ്കര, എനിക്കറിയാം നമ്മുടെ ഫോർച്യൂണിൽ പഠിച്ചിരുന്ന ഒരു മോളുണ്ട്. അവൾ ആദ്യം ഞാൻ ക്ലാസ് പഠിപ്പിക്കുമ്പോൾ അവള് പറയുന്നത് എന്താന്ന് വെച്ചാല്, മിസ്സേ ഒന്ന് പതുക്കെ പറയോ, മിസ്സേ ഒന്ന് പതുക്കെ പറയോ, എല്ലാ സെന്റൻസിലും അവള് പറയുമായിരുന്നു. ആ ക്ലാസ് അവസാനിക്കുമ്പോൾ ആ ക്ലാസ്സിൽ ഏറ്റവും സ്പീഡിൽ എഴുതുന്നതും ഏറ്റവും നന്നായിട്ട് എഴുതുന്ന ആ മോളായിരുന്നു. കാരണം അവൾക്കത് അറിയില്ല എന്ന് അവൾക്കറിയാം. അവൾ അതിനുവേണ്ടി ഒരു അധ്വാനം അതിൽ വെച്ചിട്ടുണ്ട്. മനസ്സിലായി? ഒരു പക്ഷെ ഞാൻ കൊടുത്തത് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ടന്റ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിലും ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിലും ഒക്കെ പങ്കെടുക്കുന്ന ഒരാള് കൂടുതൽ അതിനകത്ത് കണ്ടന്റ് വെക്കുകയാണ്. ബേസ് ഒരാളിന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നും ഈ സാധനം പഠിക്കാം. സ്വാതി, അതാണ് അതിന്റെ അടിസ്ഥാനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. നമ്മൾ നന്നായിട്ട് അധ്വാനിച്ച ഒരാളിന് ശരിയായ ബേസ് ഉണ്ടാക്കി കൊടുക്കുക. അതായത് ഈരടിയും ശ്ലോകവും രണ്ടാണെന്നും പാട്ട് മറ്റൊന്നാണെന്നും തിരിച്ചറിയണം ഒരു അധ്യാപകൻ ശ്ലോകം എവിടെ നമ്മൾ ഉപയോഗിക്കണം, എവിടെ നമ്മൾ പാട്ട് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കണം, എവിടെ നമ്മൾ ഈരടി ഉപയോഗിക്കണം എന്നൊരു അധ്യാപകൻ അറിഞ്ഞാൽ മാത്രമേ ഇത്തരം ബേസിക്കലി ഉള്ള തെറ്റുകൾ അല്ലെങ്കിൽ കണ്ടന്റിൽ വരുന്ന അടിസ്ഥാനപരമായ തെറ്റുകൾ തിരുത്തി കൊടുക്കുക. അത് തിരുത്തി കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളിന് ഈസിയാണ്. അവരെ അവിടേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ച്, ബേസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു അധ്യാപകനെ സംബന്ധിച്ച് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ബുദ്ധിമുട്ടെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ മിസ്സിന്റെ ക്ലാസ്സിൽ, ഫോർച്യൂണിലെ ക്ലാസ്സിൽ വന്നപ്പം ഫസ്റ്റ് മിസ്സിന്റെ അടുത്ത് ഓറിയന്റേഷൻ ക്ലാസ്സിന് ഇരുന്നപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചിരുന്നു, മിസ്സേ ഞാൻ എഞ്ചിനീയർ ആണ്, ഞാൻ 8ാം ക്ലാസ് കഴിഞ്ഞിട്ട് മലയാളം പഠിച്ചിട്ടില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എനിക്കറിയില്ല എങ്ങനെ എഴുതണം എന്നുള്ളത്. അപ്പൊ മിസ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ മാതൃഭാഷയാണിത്, നമ്മൾ വിസ്മൃതിയിലാണ്ട് പോയ പല വാക്കുകളുണ്ട്, ആ വാക്കുകളെല്ലാം ഒന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ.
ആ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ ഉള്ളിലുള്ളതിനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ ആ വാക്കിൽ വിശ്വസിച്ചാണ് ഞാൻ മുന്നോട്ട് പോയത്. ആ വാക്കാണ് എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. നിങ്ങൾ സ്കൂളിൽ പഠിച്ച സാധനങ്ങളൊക്കെ തന്നെയാണ് പഠിക്കുന്നത്. കുറച്ചുകൂടെ നമ്മളിപ്പോ അതിനെ ഒന്ന് മെച്ചപ്പെടുത്തി കുറച്ചുകൂടെ സാധനങ്ങൾ ആഡ് ചെയ്തെടുക്കുന്നു എന്നുള്ളതല്ലാതെ ഇപ്പോൾ ഞാൻ ഇപ്പോഴും ഈ ഓറിയന്റേഷൻ ക്ലാസ്സിൽ പോലെ മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കല്ലിനും ഉണ്ടാവും ഒരു സൗരഭ്യമെന്ന് അറിയാൻ വയ്യാത്ത ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടോ? മനസ്സിലായോ? കണ്ടെങ്കിരിക്കും ജനത്തിനെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ എന്നറിയാത്ത ആരാ ഉള്ളത്? എല്ലാവർക്കും അറിയാം. പക്ഷെ അതൊക്കെ നമ്മൾ മറന്നു കളഞ്ഞു. ആ സാധനത്തിനൊക്കെ കൂടെ പറക്കി കൂട്ടി എടുക്കുക, അത് കൃത്യമായി പ്രയോഗിക്കുക. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ സാധനം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ മറ്റേ ഫിഷ് നിർമ്മാണം ഉണ്ടാക്കുന്ന പോലെ ഇതിനെ പ്രോസസ്സ് ചെയ്യണം. പ്രോസസ്സ് ചെയ്താൽ മാത്രമേ ചോദ്യത്തിന്റെ ഉത്തരമാവൂ. നോട്ടല്ല ഉത്തരം, ക്ലാസ് അല്ല ഉത്തരം. ചോദ്യം എന്താണോ ആവശ്യപ്പെടുന്നത് അതാണ് ഉത്തരം. ആ ഉത്തരം കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോയെന്നാണ്. പിന്നെ അതിന് കുറച്ച് ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കുകളും കൂടെ നമ്മൾ അതിൽ വാരി വിതറുമ്പോഴാണ് നമുക്ക് അത് പാസ്സാവാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നവീകരണം എന്ന് പറയുന്നത് എപ്പോഴും മലയാളം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. 20 വർഷമായി മിസ് ഈ ഫീൽഡിലുണ്ട്. മിസ് എങ്ങനെയാണ് മിസ്സിനെ നവീകരിക്കുന്നത്? അതായത് എങ്ങനെയാണ് മിസ് തന്നെ ഒന്ന് മെച്ചപ്പെട്ട രീതിയിൽ എടുക്കാം എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? അത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇവിടെ മലയാളം പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരുടെയും ക്ലാസ്സുകൾ കാണാറുണ്ട്, പ്രത്യേകിച്ച് UPSC. അപ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും എന്താ ഈ പറയുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ചിലപ്പോഴെനിക്ക് ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ കൊള്ളാമെന്ന് തോന്നുന്ന എല്ലാ സാധനങ്ങളും ഞാൻ എടുക്കും. പിന്നെ അവർ പറയുന്നതിൽ എനിക്ക് പറ്റാത്ത സാധനം എന്താണ് എന്ന് ഞാൻ നോക്കും. അപ്പോൾ ഇത് ഞാൻ കൂടുതൽ മെച്ചപ്പെടുത്തണമല്ലോ എന്ന് നോക്കും. അടിസ്ഥാനപരമായ ഒരു അധ്യാപകന് വേണ്ടുന്നത് ഈ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ന്നു കൊടുക്കാനുള്ളൊരു മനസ്സാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പഠിപ്പിക്കുന്ന മറ്റേ ആള് എൻ്റെ അത്ര പോരാ എന്ന് നമുക്ക് ഉള്ളിൽ ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷെ ഉള്ളിൽ തോന്നിയാലും നമ്മൾ മറ്റൊരർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ, സത്യസന്ധമായി വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉള്ള ഈ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരുടെയും ക്ലാസ് ശ്രദ്ധിക്കാറുണ്ട്. അതിൽ തെറ്റും ശരിയും ഞാൻ മനസ്സിലാക്കാറുണ്ട്. മനസ്സിലാക്കിയിട്ട് ആ തെറ്റ് ഞാൻ ആവർത്തിക്കരുതെന്നും ആ ശരി എനിക്ക് എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ പ്രധാനമായിട്ടും ഈ ഫീൽഡിൽ എന്നെ നവീകരിക്കാൻ നോക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിപ്പിക്കുന്ന ജീവിതത്തിൽ എങ്ങനെയാണ് നവീകരിക്കുന്നതെന്നും കൂടെ പറഞ്ഞുതരാം. എന്നെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ പഠിപ്പീരെന്ന് പറയുന്നത്. നമ്മൾ വളരെ കാലം നമ്മുടെ നെഞ്ചത്ത് കൊണ്ട് നടക്കുന്നവർ നമ്മളെ തള്ളിപ്പറയുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലർ നമ്മളെ എത്ര കാലം കഴിഞ്ഞാലും നമ്മളെ പിന്തുടരുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായി? നമ്മളെ ഇങ്ങനെ വിളിക്കുന്നു, സുഖാന്വേഷണം നടത്തുന്നു. നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ നമ്മുടെ മുഖം ഒന്ന് വാടിക്കണ്ടാൽ എന്താ ടീച്ചറെ എന്ന് ചോദിക്കും. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം ഗുണവും ദോഷവും നമുക്ക് ഇതും നമ്മളെ നവീകരിക്കുന്നുണ്ട്. ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി ഇപ്പോഴും സ്നേഹമുള്ളവനാണല്ലോ എന്നുള്ളത് നമ്മളെ സന്തോഷിപ്പിക്കുകയും, ഞാൻ പഠിപ്പിച്ച കുട്ടി എല്ലാ എത്തിക്സുകളും മറന്നുപോയിട്ട് എന്നെ ഉൾപ്പെടെ ഉള്ളവരെ തള്ളിപ്പറയുന്നല്ലോ എന്ന് വിചാരിക്കുമ്പോൾ സങ്കടവും നമുക്ക് വരാറുണ്ട്. രണ്ടുപേരും അങ്ങനെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലും ഒരു അധ്യാപകൻ എന്ന, പിന്നെ ഞാൻ പറഞ്ഞില്ല ആനുകാലികങ്ങൾ സ്വാഭാവികമായിട്ട്, പിന്നെ കുട്ടികൾ ആവശ്യപ്പെടുന്ന ചില സാധനങ്ങളുണ്ട്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അത് ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ ഒരു കുട്ടികൾ ആവശ്യപ്പെടുകയാണ്, അവർക്ക് പ്രോസ് വായിക്കാൻ സമയമില്ല, അവർക്ക് പ്രോസ് വായിച്ചു കിട്ടണം എന്നവർ പറയുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോസ് ക്ലാസ്സിൽ മുഴുവൻ വായിക്കുക എന്ന് പറയുന്നത് എക്സ്ട്രാ സമയം ഉപയോഗിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ സ്വാതിക്കറിയാലോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്നതാണ്, പ്രോസ് മുഴുവൻ നമ്മൾ വായിച്ചത് കൊണ്ട് അത് മൊത്തം നമുക്ക് പരീക്ഷ പേപ്പറിലാക്കാൻ പറ്റുമോ? സൗമ്യ പറഞ്ഞു പറ്റത്തില്ല. അത് പറ്റത്തില്ല. അപ്പൊ നമ്മൾ പ്രോസ് മൊത്തം, പക്ഷെ കുട്ടികൾ അത് ആവശ്യപ്പെടും, പ്രോസ് മുഴുവൻ വേണം എന്നവർക്ക് അവരാവശ്യപ്പെടുക. അപ്പൊ എനിക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ പോയിന്റ്സ് പറയുന്നുണ്ട്, അതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ എല്ലാം ക്ലാസ്സിൽ വായിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഭാഗത്ത് നിന്ന് എടുത്ത് ഈ പോയിന്റിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും അല്ലാതെ അവർക്ക് പ്രോസ് മുഴുവൻ വായിച്ചു കിട്ടണം, കുറച്ചുകൂടെ ക്ലാരിറ്റി വേണം ആ കാര്യത്തിൽ എന്നവർ പറയുമ്പോൾ, ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ, ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ അവരുടെ സമയം അധികം എടുക്കാതെ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വിദ്യ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അത് എന്താന്ന് വെച്ചാൽ, എല്ലാ ഗദ്യഭാഗങ്ങളുടെയും വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഭാരത പര്യടനം കുറേ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെയാണ്. ഓരോ അധ്യായത്തിലും ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് കോണിലിരുന്നിട്ടും ഏത് സമയം ഉപയോഗിച്ചിട്ടും 5 പൈസ ചെലവില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ആ വീഡിയോ കാണാം. അപ്പൊ സ്വാതി ചോദിക്കും, ഇത് ടീച്ചറിന്റെ പിള്ളേർക്ക് മാത്രം കൊടുത്താൽ പോരെയെന്ന്. അല്ല, ആര് വേണമെങ്കിലും ആർക്കും കാണാം. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ എൻ്റെ കൂടെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു ടീച്ചർ സ്ഥിരമായി കണ്ടെന്നെ വിളിക്കാറുണ്ട് എന്നുള്ളതാണ്. കാണട്ടെ ആൾക്കാര്. കാരണം ഭാരത പര്യടനം കുറച്ചുകൂടെ വ്യക്തമായിട്ട്, അതുപോലെ എല്ലാ നോവലും നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കും അത് സന്തോഷമാണ്.
അതെ. വേറെ ഒരുപാട് പേര് കാണുന്നുണ്ട് കുട്ടികളല്ലാതെ. ടീച്ചർ ഒരു ഡിസ്കഷൻ ഒരു സ്കോപ്പ് ഉണ്ടാവും. അതായത് ടീച്ചർ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെയും കൂടെ ചേർക്കാം എന്ന് അവർ ചിന്തിക്കും, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യെങ്കിലും ചെയ്യും. ശരിക്കും ടീച്ചർ ഇത് പറഞ്ഞിട്ടൊന്ന് എഴുന്നേറ്റ് കൈയടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വേണ്ട. അറിവല്ലേ, അത് എല്ലാവരിലേക്കും എത്തണം. ആ ചിന്ത ഉള്ള ഒരാളാണ് ശരിയായ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് ഞാൻ കരുതുന്നുണ്ട്. അറിവെല്ലാവരിലേക്കും എത്തട്ടെ. പിന്നെ ടീച്ചർ എന്താണ് ടീച്ചറിന് ഇനി പറയാനുള്ളത്? അതായത് ഈ ഒരു മേഖല എന്തായാലും ഇത്രയും നമ്മൾ സംസാരിച്ചു, അപ്പോൾ ഒരു എൻ്റെ എന്ന രീതിയിൽ ടീച്ചറിന് എന്താ പറയാനുള്ളത്? മലയാളത്തിന്റെ ഒരു അടിസ്ഥാനപരമായ തത്വം, സാഹിത്യത്തിന്റെ അടിസ്ഥാനപരമായ തത്വം എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാനിപ്പോ ഈ അടുത്ത ഇടയ്ക്ക് ഗോപികൃഷ്ണന്റെ ഒരു കവിത മാതൃഭൂമിയിൽ വന്നു. അത് ഞാൻ 1-2 അടുത്ത് പറയുകയും ചെയ്തു കേട്ടോ. എനിക്ക് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം വരും. അവൻ പറഞ്ഞു. അപ്പൊ ഗോപികൃഷ്ണന്റെ കവിത വായിക്കുന്നതിന് മുമ്പ് ഞാൻ ഗോപികൃഷ്ണന്റെ ഒരു 3 ഇന്റർവ്യൂ കണ്ടു. അത് കുട്ടികൾക്ക് വേണ്ടി കൂടിയാണ്. ചിലപ്പോൾ ഗോപികൃഷ്ണനെ ചിലപ്പോൾ നമ്മൾ എഴുതേണ്ടി വന്നാലോ, പക്ഷെ ഇത്തവണ ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാൽ പോലും. അപ്പൊ ഞാൻ ഇന്റർവ്യൂ കാണുമ്പോൾ ഗോപികൃഷ്ണൻ പറയുകയാണ്, ഇത് കവികളെ ആവശ്യപ്പെടുന്ന ഒരു കാലമാണ്. കാരണം സംസ്കാരത്തിനെ നവമായി മാറ്റുന്നവരാണ്, സംസ്കാരത്തെ ഉദ്ധരിക്കുന്നവരാണ് കവികൾ. ഇപ്പൊ ഉദ്ധാരണം വേണ്ടുന്ന ഒരു കാലമാണ്, കവികളെ ആവശ്യപ്പെടുന്ന ഒരു കാലമാണ് എന്ന് പറയാണ്. ഇത് ONV കുറുപ്പ് പണ്ടേ പറഞ്ഞു, പാട്ടുകാരൻ നാളെയുടെ ഗാട്ടുകാരനല്ലോ എന്നാണ്. പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണറിയുന്നോളെ എന്ന് പറയുന്ന നാടകഗാനത്തിന്റെ അവസാനം. പാട്ടുകാരൻ എന്ന് പറയുന്ന നാളെയുടെ കാവൽക്കാരനാണ്, കവി എന്ന് പറയുന്ന സാഹിത്യകാരൻ എന്ന് പറയുന്ന നാളെയുടെ കാവൽക്കാരനാണ്. സംസ്കാരത്തെ സംരക്ഷിക്കലാണ് അയാളുടെ ഉത്തരവാദിത്വം. പിന്നെ പോരും ഇത്തിരി മെയ്യിന് സർവം പോരാ മാനുഷ സത്ത പുലരാൻ എന്ന് കുടിയൊഴിക്കൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണല്ലോ നമ്മൾ. അതായത് നമ്മുടെ ശരീരത്തിന് ഒരു അല്പം മാത്രമേ ആവശ്യമുള്ളൂ, ഒരു 3 നേരത്തെ ആഹാരം അല്ലെങ്കിൽ 2 നേരത്തെ ആഹാരം, അതുപോലും കിട്ടാത്തവരുണ്ട്. പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്ന സത്ത അല്ലെങ്കിൽ വിശ്വസ്തത അല്ലെങ്കിൽ അവൻ്റെ സ്വത്വം, പാരസ്പര്യം, സ്നേഹം എന്ന് പറയുന്ന സാധനമൊക്കെ അത് ഉണ്ടാവണമെങ്കിൽ നമുക്ക് കുറച്ച് നന്മയുണ്ടാവണം. ആ നന്മയാണ് നമുക്ക് സാഹിത്യത്തിലൂടെ കിട്ടുന്നത്. അത് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഓർക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറൊരു കാര്യം കൂടെ പറയാം. ഇല്ല നമുക്കായ ഒരു സന്ധ്യ രാപ്പാതിയല്ലാതെ മറ്റൊന്നും ഇല്ലെന്നിരിക്കലും വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിന് അർത്ഥം കൊടുത്തു പൊലിപ്പിച്ചെടുക്കണം എന്നാണ് കവികൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കിനി ഒരു സന്ധ്യ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇനിയൊരു നിമിഷം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യാതെ ജീവിക്കുന്ന നമ്മൾ എത്രത്തോളം മത്സരിക്കും? സൗമ്യ പറയൂ, എത്ര മത്സരിക്കും നമ്മൾ? അപ്പൊ മത്സരത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. മത്സരം നല്ലതാണ്, അവനവനെ നവീകരിക്കാൻ, അവനവന്റെ കുട്ടികൾക്ക് കൂടുതൽ കൊടുക്കാൻ, മനുഷ്യനെ നന്നാക്കാൻ. ഒരു ഗോപികൃഷ്ണന്റെ ഒരു സെന്റൻസും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത് പറയട്ടെ. അതായത് ഈ കാലം കച്ചവടത്തിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുകയും സ്നേഹത്തിൽ നമ്മൾ വിഘടിച്ച് നിൽക്കുകയും ചെയ്യുന്നു എന്നാണ് ഗോപികൃഷ്ണൻ പറയുന്നത്. നമ്മൾ അങ്ങനെ അല്ലാതാവണം. നമ്മൾ സ്നേഹത്തിൽ ഒന്നിച്ചു നിൽക്കുകയും കച്ചവടത്തിൽ വിഘടിച്ച് നിൽക്കുകയും ചെയ്യുന്നവരാണ്. പരസ്പരം സ്നേഹിക്കാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ എത്ര മലയാളം പഠിച്ചിട്ടും കാര്യമില്ല, എത്ര കവിത പഠിച്ചിട്ടും കാര്യമില്ല, ആര് പഠിപ്പിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. മലയാളം പഠിക്കുന്നവർ നല്ല മനുഷ്യരാവുക, അതിനപ്പുറത്തേക്കൊന്നുമില്ല. താങ്ക് യു ടീച്ചർ. ശരിക്കും ഇത്രയും സംശയം ഇപ്പം മെയിൻസിന്റെ ടൈം, അപ്പൊ ടീച്ചറിന് ഉറങ്ങാൻ പോലും സമയമില്ലാത്ത ആ ഒരു സമയത്ത് ഇവിടെ വന്നു, നമ്മുടെ കൂടെ ഇരുന്നു. താങ്ക് യു ടീച്ചർ. എനിക്ക് മിസ് അത് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതായത് മലയാളം പഠിക്കുന്നവർ അല്ല, മനുഷ്യരായി ജനിച്ചവരെല്ലാവരും സ്നേഹത്തിലൂന്നി നിൽക്കേണ്ടവരാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ കഴിയുന്നത്ര കാലം, കുറച്ചു കാലം നമുക്ക് ഈ ഭൂമിയിലുള്ളൂ എന്ന് പറയുമല്ലോ. അപ്പോൾ അത്രയും കാലം ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരെയും വേദനിപ്പിക്കാതെ സ്നേഹിച്ച് കടന്നു പോവുക, സ്നേഹിച്ച് സമാധാനമായി മരിച്ചു പോവുക. അത്രയേ ഉള്ളൂ. Fortune IAS Academy. More than just an academy.